നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത, ആനോറക്ടൽ സർജൻ ആണ്. ഏറ്റവും കൂടുതൽ മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ഫിസ്റ്റുല എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് തന്നെ ഈയിടെ കണ്ടുവരുന്നുണ്ട്. മലദ്വാരത്തിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ കുരു പോലെ വരികയും അത് പൊട്ടി അതിൽ നിന്നും പഴുപ്പും ചോരയും വരുന്ന ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല. ഇങ്ങനെയാണ് ആളുകൾ പ്രസന്റ് ചെയ്യാറുള്ളത്. ഈ ഒരു പഴുപ്പ് ഒരളവിൽ കൂടുതൽ വന്ന് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് വരെ നനഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഇത് ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ബാധിക്കും. ഇവർക്ക് പുറമെ ഒരു സ്ഥലത്തോട്ട് പോവാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇരിക്കാനും എല്ലാത്തിനും ഇതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഈ ഒരു പഴുപ്പ് ഉള്ളിലിരിക്കുന്ന സമയത്ത് വളരെ സിവിയർ ആയിട്ടുള്ള അസഹനീയമായിട്ടുള്ള പെയിൻ തന്നെ ഉണ്ടാവും. ഈ ഒരു പഴുപ്പ് പൊട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ വേദന കുറയുകയും ഈ ഒരു മുറിവ് ഈ ഒരു കുറച്ചു നാളത്തേക്കൊക്കെ ഉണങ്ങിയിരിക്കുകയും ചെയ്യും. വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ സെയിം കാര്യം തന്നെ വീണ്ടും പൊട്ടലായിട്ട് ഒരു കുരു പോലെ വരികയും പൊട്ടി വരികയും ചെയ്യും. ഇതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല പുറമെ കാണുന്ന ഈ ഒരു കുരുവും പഴുപ്പും മാത്രമല്ല, അതിന് ഉള്ളിലോട്ട് ആനൽ കനാലിലോട്ട് ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അതായത് ഇതൊരു തുരങ്കം പോലെയാണ്. അതിന് 2 ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആനൽ കനാലിലും മറ്റൊരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് മലദ്വാരത്തിന് അടുത്തുമായിരിക്കും. ഈ ഒരു മലദ്വാരത്തിന് അടുത്തുള്ള ഓപ്പണിംഗ് ചിലപ്പോൾ ഒരു 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും, ചിലപ്പോൾ അതൊരു 8 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലും ആയിരിക്കാം. നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ട്രീറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ പലപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഇത് എത്തുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. ഫിസ്റ്റുല ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ ഉൾഭാഗത്തോട്ടായിട്ട് ആനൽ ഗ്ലാൻസ് എന്ന് പറയുന്ന ചില ഗ്രന്ഥികളുണ്ട്. ആ ഒരു ഗ്രന്ഥികളാണ് നമുക്ക് മലം സുഗമമായിട്ട് പുറത്തോട്ട് പോകാനുള്ള ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ആ ഒരു ഇൻഫെക്ഷൻ വെച്ച് നമ്മൾ കുറെ സമയം ഇരുന്നു കൊണ്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം ഒട്ടും ശരിയല്ല, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ എന്നിവ മാറി മാറി വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു പഴുപ്പ് പുറമേക്ക് ഒരു ടണൽ പോലെ കണക്ട് ചെയ്ത് വരികയും പുറമെ വന്ന് പൊട്ടുകയും ചെയ്യും. അപ്പോഴാണ് ഈ ഒരു ഫിസ്റ്റുല എന്നൊരു കണ്ടീഷനെ പറ്റി പേഷ്യന്റ് തന്നെ ചിലപ്പോൾ അറിയുക. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലയാണോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലയാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിന്റെ ചുറ്റുമായിട്ട് മലം പിടിച്ചു നിർത്തുന്ന ചില മസിൽസ് ഉണ്ട്. അതിനെ സ്വിങ്ക്റ്റർ എന്ന് പറയും. ഈ ഒരു സ്വിങ്ക്റ്റർ എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നതിനനുസരിച്ചാണ് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഫിസ്റ്റുലയാണോ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലയും സെക്കൻഡറി ഫിസ്റ്റുലയും ഉണ്ട്. അതായത് 90% ഫിസ്റ്റുലയും പ്രൈമറി ഫിസ്റ്റുലയാണ്. പ്രൈമറി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല, ഈ അനൽ ഗ്ലാൻസിൽ വരുന്ന ഇൻഫെക്ഷൻ തന്നെയാണ് അതിന്റെ റൂട്ട് ആയിട്ടുള്ള കോസ്. പക്ഷെ സെക്കൻഡറി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ കുടലിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഒരു കാരണമാണ്. അൾസറേറ്റീവ് കൊളൈറ്റിസോ IBSോ ക്രോൺസോ ഇങ്ങനെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ TB ആവാം, സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളായിരിക്കാം. ഇത്തരം അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഫിസ്റ്റുല ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ഫിസ്റ്റുല പലപ്പോഴും മൾട്ടിപ്പിൾ ഓപ്പണിംഗ് ആയിരിക്കും. അതായത് മലദ്വാരത്തിന് ചുറ്റും 2-3 അതിലധികമോ കുരുക്കൾ വന്നിട്ടുണ്ടായിരിക്കും. പല ട്രാക്റ്റുകൾ, അതായത് പലതരത്തിലുള്ള തുരങ്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് കുറച്ചധികം ശ്രദ്ധയോടുകൂടെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനും കൂടെയാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഡോക്ടർക്ക് ആളുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതിന് പ്രോബിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഒരു ഡോക്ടർക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റേണൽ ഓപ്പണിംഗ് എവിടെയാണെന്നും, അതായത് എവിടേക്കാണ് ഈ ഒരു തുരങ്കം ചെന്ന് തുറക്കുന്നത് എന്നും ആ ഒരു തുരങ്കത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നും അതിന് എത്ര ലെങ്ത് ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ലെങ്ത്തിനനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് എത്രത്തോളം എളുപ്പത്തിൽ നടക്കുമെന്നും അതിന്റെ ട്രീറ്റ്മെന്റ് ഏത് രീതിയിൽ ചെയ്യണമെന്നും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അത് എത്രത്തോളം സ്വിങ്ക്റ്റർ ഇൻവോൾവ് ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് പറയാനും സാധിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് MRI സ്കാൻ, ഫിസ്റ്റുലോഗ്രാം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ട്രീറ്റ്മെന്റൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ആയുർവേദത്തിൽ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ക്ഷാരസൂത്രം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദം ഫോളോ ചെയ്യുന്നത്. കാരണം ഇത് നമുക്കൊരു ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം എപ്പോഴും റെക്കറൻസിന്റെ സാധ്യത ഉള്ളതാണ്. അതായത് ഒരിക്കൽ ട്രീറ്റ് ചെയ്ത് മാറിയാലും വീണ്ടും വീണ്ടും ഈ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആയുർവേദത്തിൽ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യുമ്പോൾ ഇതിൽ റെക്കറൻസിന്റെ സാധ്യത ഒരു 99% ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ
നമ്മുടെ ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് മലം അറിയാതെ പോവുക, അതായത് ആനൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിന് കാരണം നമുക്ക് മലം പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്ന സ്വിങ്ക്റ്റർ എന്ന് പറയുന്ന മസിൽസിന് ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു കേടുപാട് വരിക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഈ ഒരു കേടുപാട് നമുക്ക് മലം അറിയാതെ പോകുന്ന കണ്ടീഷനിലോട്ട് വഴിതിരിക്കും. പക്ഷേ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻകോണ്ടിനൻസ് പോലെയുള്ള വേറെ കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ സ്ട്രിക്ചർ, അതായത് മലദ്വാരം ചുരുങ്ങി പോകുന്നത് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ക്ഷാരസൂത്രം എന്ന് പറയുന്നത് 21 ദിവസം ക്ഷാരവും ആയുർവേദ മെഡിസിൻസും ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ത്രെഡാണ്. ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചാണ് ക്ഷാരസൂത്ര ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രെഡ് വെച്ച് ഈ ഒരു ഇന്റേണൽ ഓപ്പണിങ്ങും എക്സ്റ്റേണൽ ഓപ്പണിങ്ങും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കെട്ടിയിടുകയും അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു മുറിവ് ഉണങ്ങി വരികയും അതോടൊപ്പം തന്നെ അത് മുകളിലോട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് പൊതുവെ ഇല്ലാത്തതും റൂട്ടിൽ നിന്നും തന്നെ മുറിവ് ഉണക്കുന്നത് കൊണ്ട് ഇതിന് വീണ്ടും റെക്കർ ചെയ്ത്, അതായത് വീണ്ടും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയും ഇല്ലാതാവുന്നത്. എപ്പോഴും ഫിസ്റ്റുല എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം ഇതൊരു ഹോം റെമഡീസ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടോ മാറുന്ന ഒരവസ്ഥയല്ല. നിർബന്ധമായും ഒരു സർജിക്കൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ ക്ഷാരസൂത്ര ചികിത്സയോ ചെയ്ത് തന്നെ ഇത് മാറ്റുകയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഫിസ്റ്റുല പോലെയുള്ള കണ്ടീഷൻസോ ഇത്തരം ലക്ഷണങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇത്തരം പ്രൊസീജിയറുകൾ ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി മാത്രം ഡോക്ടറാൽ തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.